ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബിനോയ്. ഞാൻ ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ റീജിയനിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു നേഴ്സുമാരുടെ വേക്കൻസി പറയാനാണ് കേട്ടോ. അപ്പം ഈ വേക്കൻസി നിങ്ങൾ പലരും കണ്ടു കാണുമായിരിക്കും. അപ്പം താല്പര്യമുള്ള ആൾക്കാരൊക്കെ അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ അഡ്രസ്സും ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം. എല്ലാവരും അപ്ലൈ ചെയ്യുക. നല്ലൊരു ചാൻസ് ആണ്. കാരണം 45 ഇയേഴ്സിന് മുകളിലേക്കുള്ളവർക്ക് പോലും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്ര നാൾ അവർ PR അങ്ങനെ 45 മുകളിലേക്ക് കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 3 ഇയർ നമ്മൾ കോൺടാക്ട് അവരുടെ 482 വിസയിൽ വന്നിട്ട് പിന്നെ നമ്മൾ 3 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് PR വിസയിലേക്ക് അവർ സ്പോൺസർഷിപ്പ് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റീജിയണൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസെൻറ്റീവ്സ് ആയിട്ട് നമുക്ക് $20,000 വരെ അവർ നമുക്ക് തരുന്നുണ്ട്. ഈ വേക്കൻസി വന്നിരിക്കുന്നത് കൂടുതലും MPS മൾട്ടിപർപ്പസ് സൈറ്റിലേക്കാണ്. 20 ബെഡ് ഇൻപേഷ്യൻ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അക്യൂട്ടഡ് വരുന്ന പേഷ്യൻ്റ് കിടക്കാനുള്ള ഒരു 5-6 ബെഡ് ഉണ്ടാവും. അതുകൂടാണ്ട് എമർജൻസിക്ക് ഒരു 2-3 ബെഡ് എമർജൻസിക്ക് ഉണ്ടാവും. പിന്നെ ചിലപ്പം ചില ഈ MPSകളിൽ നമുക്ക് കെയർ ഹോമുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ കെയർ ഹോമിൽ ചിലപ്പം വർക്ക് ചെയ്യേണ്ടി വരും. കൂടുതലായിട്ട് ഈ ജോലിയെ പറ്റിയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഞാൻ തിരിച്ച് റിപ്ലൈ അയക്കാവുന്നതായിരിക്കും. ഞങ്ങൾ വന്നിട്ട് ഞങ്ങളോട് ഹാപ്പിയാണ്. ഞാനും വൈഫും നേഴ്സാണ് വർക്ക് ചെയ്യണത്. എൻ്റെ പിള്ളേർ 9 വയസ്സായിട്ടുള്ളൂ മൂത്താൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയോ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, നിങ്ങളുടെ പിള്ളേർ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ വരുന്ന ഏരിയ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം നന്നായിട്ട് ആലോചിച്ചിട്ടും എന്നുള്ള അന്വേഷിച്ചിട്ടും നിങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. കാരണം വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാവരുത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ചിലപ്പോൾ ആയിരിക്കില്ല വരുമ്പം. കാരണം സൗകര്യങ്ങൾ, കടകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ വഴിയില്ല റീജിയണൽ സ്ഥലത്തുകൾ. അത്യാവശ്യം നമുക്ക് വേണ്ട ഗ്രോസറിയും കാര്യങ്ങളും അത്യാവശ്യം സൗകര്യം ഉണ്ടാവും. പിന്നെ നമുക്ക് ഒരു 1 അവറിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് മോളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം സെലക്ട് ചെയ്ത് നിങ്ങൾ നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യുക സ്ഥലങ്ങൾ. പ്രത്യേകിച്ച് പിള്ളേരുടെ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ പാർട്ട്ണറുടെ ജോലി കാര്യത്തിലും ഈ 2 കാര്യത്തിലാണ് സാധാരണ എല്ലാവരും സ്ട്രഗിൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നല്ലതുപോലെ ആലോചിച്ചിട്ട് സൈറ്റ് സെലക്ട് ചെയ്യുക. എല്ലാ കാര്യം പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഇതിന് മുന്നേ വന്ന ബാച്ചുകളിൽ പലരും പിള്ളേരുടെ എഡ്യൂക്കേഷൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പലരും റീജിയനിൽ നിന്നും ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുള്ളതുകൊണ്ട് അവർ ഇവിടുന്ന് മൂവ് ചെയ്തത്. റീജിയനിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രത്യേക ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സേവിങ്സ് നടക്കും. റെൻറ്റും കാര്യങ്ങളൊക്കെ വീടിന് കുറവായിരിക്കും. പിന്നെ 2 പേർക്കും വർക്ക് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ചെയ്തു തരും. കുറേയൊക്കെ ഒരു പരിധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റും. വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വീട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഒത്തിരി ട്രാവലിംഗ് ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വീടും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ റീജിയണൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജോലിയെപ്പറ്റി കറക്റ്റ് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജോലിയെപ്പറ്റിയോ ഹോസ്പിറ്റലിനെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ആയിട്ട് ഞാൻ തിരിച്ച് റിപ്ലൈ അയക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. എല്ലാവരും കയറി വരിക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഞങ്ങളുടെ OC മല്ലു ഗാർഡൻസിലുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്